ടോപ്പ് അംബാനി മൂമെന്റ്സ് എന്ന പേരിലുള്ള ഒരു നിലവിളി വീഡിയോ മുംബൈ ഇന്ത്യൻസ് ഹേറ്റേഴ്സിനിടയിൽ ഒരു ആശ്വാസ ഗീതം പോലെ ഒഴുകി നടക്കുന്നുണ്ട്. ആ വീഡിയോയിലെ കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ട് എന്തുകൊണ്ടാണ് അവിടെ മുംബൈക്ക് അനുകൂലമായി തീരുമാനങ്ങൾ ഉണ്ടായത് എന്ന് പറയുകയാണ് ഇവിടെ. മുംബൈ ഇന്ത്യൻസിനെ വെളുപ്പിക്കാനുള്ള ഒരു വീഡിയോയായി മാത്രം ഹേറ്റേഴ്സ് ഇതിനെ കണ്ടാൽ മതി. കുറച്ച് ബോധമുള്ളവർ ഇതൊക്കെ വിശ്വസിച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയും ആവാമല്ലോ എന്നൊരു 4-5 പേർ ചിന്തിച്ചാൽ അവിടെ എൻ്റെ ഉദ്യമം വിജയിച്ചു. അപ്പോൾ നമുക്ക് വെളുപ്പിക്കലിലേക്ക് കടക്കാം. 1. ധോണിയുടെ റൺഔട്ട്. ക്രീസ് എന്താണെന്ന് വിശദീകരിക്കുന്ന ഒരു വീഡിയോയിൽ ഞാൻ ഈ സ്ക്രീൻഷോട്ട് വെച്ചിരുന്നു. ഇതിൽ ഒരുപാട് പേർ ആ വരയിൽ ബാറ്റ് വന്നിട്ടും അമ്പയറുടെ കാശിൻ്റെ സ്വാധീനത്തിൽ ഔട്ട് കൊടുത്തു എന്ന് വിശ്വസിക്കുന്നവരാണെന്ന് ഈ വീഡിയോയുടെ കമൻറ്റും ആ ഡിസിഷൻ വന്നതിന് ശേഷമുള്ള പ്രതികരണങ്ങളും കണ്ടാൽ മനസ്സിലാക്കാവുന്നതാണ്. ഇതിൽ നിന്ന് മനസ്സിലാക്കാവുന്നതാണ് ധോണിയുടെ ബാറ്റ് വര മറികടന്നിരുന്നില്ല എന്നുള്ളത്. നേരെയുള്ള വ്യൂസ് നോക്കിയാൽ അതിനേക്കാൾ വ്യക്തത നൽകുന്ന ദൃശ്യങ്ങളുമുണ്ട്. IPL വെബ്സൈറ്റിൽ കയറി 2019 ഫൈനലിൻ്റെ ഹൈലൈറ്റ്സ് എടുത്ത് 4 മിനിറ്റ് 13 സെക്കൻഡ്സിലെടുത്ത് നോക്കിയാൽ വ്യക്തമായി ഇപ്പോഴും കാണാം ധോണി ക്രീസിൽ കയറിയിട്ടുണ്ടായിരുന്നില്ല എന്ന്. 2. RCB മുംബൈ മത്സരത്തിൽ ഹാർദിക് പാണ്ഡ്യയുടെ ക്യാച്ച് അൾട്രാ എഡ്ജിൽ ഡിസ്റ്റർബൻസ് ഉണ്ടായിട്ടും ഔട്ട് കൊടുത്തില്ല എന്നതാണ്. ഇതിലെ രസകരമായ പ്രധാന പോയിന്റ് ഇവരുടെയൊക്കെ പ്രധാന വില്ലനായ മുംബൈയുടെ കൂടെ നിൽക്കുന്നു എന്ന് ഇവർ എപ്പോഴും ആരോപിക്കുന്ന പരിഹസിക്കാറുള്ള നിതിൻ മേനോനാണ് മുംബൈക്കെതിരെ ഹാർദിക്കിന് ഔട്ട് വിധിച്ചത് എന്നതാണ്. ബാറ്റിൽ ടച്ചില്ല എന്ന് ഉറപ്പുള്ളത് കൊണ്ടാണല്ലോ ഹാർദിക് റിവ്യൂ എടുത്തത്. റിവ്യൂവിൽ കാണുന്നത് ഇതാണ്. ബോൾ ബാറ്റുമായി അടുത്ത് നിൽക്കുമ്പോൾ ഉള്ളതിനേക്കാൾ ഡിസ്റ്റർബൻസ് ബോൾ ബാറ്റ് കടന്നു പോയതിനു ശേഷമാണ് ഉള്ളത്. ആ സ്പ്ലിറ്റ് സ്ക്രീൻ പരിശോധിച്ച് ബാറ്റിന് സമീപം ബോൾ എത്തുമ്പോൾ ഡിസ്റ്റർബൻസ് ഉണ്ടോ എന്ന് പരിശോധിച്ച് തീരുമാനമെടുക്കുക എന്നതാണ് അമ്പയറുടെ ജോലി. അവിടെ നോട്ട് ഔട്ട് കൊടുക്കലല്ലാതെ വേറെ ഒരു കാര്യവും അമ്പയർക്ക് ചെയ്യാനില്ല. ആറ്റുനോറ്റ് കിട്ടി ഔട്ട് പോയ ഫ്രസ്ട്രേഷനിൽ വിരാട് കോഹ്ലി അവിടെ ഒരു നിസ്സഹായ എക്സ്പ്രഷൻ ഫാൻസിന് ഇട്ട് കൊടുത്തതോടെ പൂർണ്ണമായി. മോങ്ങാനിരുന്ന നായയുടെ തലയിൽ തേങ്ങ വീണു എന്നുള്ള പഴഞ്ചൊല്ല് കേട്ടിട്ടില്ലേ? അതോടെ ഫാൻസ് കൂട്ടം ഇളകി. ഇനിയിപ്പോൾ മുംബൈ ഇന്ത്യൻസ് കളികളിലെ ഫ്രെയിം ബൈ ഫ്രെയിം സൂക്ഷ്മ നിരീക്ഷണം നടത്തി ഓരോന്നുമായി കമന്റ് ബോക്സിൽ വരും. അതിലെ RCB ഫാൻസിനോട് ഫിൽ ഷോട്ടിന്റെ ആദ്യ കളിയിലെ ക്യാച്ച് വെളുപ്പിക്കൽ വീഡിയോ ഈ പേജിൽ തന്നെ ഇട്ടിട്ടുണ്ട്. അത് ഞാൻ പറഞ്ഞതുപോലെ RCB കളിക്കാരനെടുത്തത് ഫെയർ ക്യാച്ച് ആണോ അതോ RCB അമ്പയർമാർ വാങ്ങിയതാണോ എന്ന് നിങ്ങൾ പറയണം. CSK ഫാൻസിനോട് പുറത്തുപോയി തിരിച്ചു വന്ന 11 ബോൾ ചെയ്യാൻ 4-5 മിനിറ്റ് കളി വൈകിച്ചപ്പോൾ തമ്പ്ര എന്നാൽ അങ്ങനെ ആയിക്കോട്ടെ എന്ന് സമ്മതിച്ച് അവിടെ ഓച്ഛാനിച്ച് നിന്ന അമ്പയർമാരെ ചെന്നൈ ആണോ അതോ ധോണിയാണോ വാങ്ങിയത് എന്ന് നിങ്ങൾ പറയണം. നമുക്ക് ഈ വീഡിയോ പല ഭാഗങ്ങളായി ചെയ്യാം. വീഡിയോയിലെ കമൻറ്റ് ബോക്സിൽ വരുന്ന ഇൻസിഡൻസിന് റിപ്ലൈ തരാം. അതാണല്ലോ അതിൻ്റെ ഒരു രസം. ഇത് പാർട്ട് 1. രണ്ടാമത്തെ ഭാഗം ഉടനെ അപ്ലോഡ് ചെയ്യുന്നതാണ്.